അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു ജേർണലായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജേർണൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഡയറിയൊക്കെ എഴുതാറുണ്ടെങ്കിലും അതും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ മെയിനായിട്ട് ഈ ജേർണൽ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നതിൻ്റെ റീസൺ തന്നെ എനിക്കൊരു കൺസിസ്റ്റൻസി എല്ലാ കാര്യത്തിലും കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടാണ്. മെയിൻലി അതെനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ എനിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് മന്ത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു 1 മന്ത് ചാലഞ്ച് പോലെയാണ് ഞാനിത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് വേണ്ടിയിട്ടുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്, അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ ഞാൻ അത് എഴുതിയത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് വർഷങ്ങൾ എനിക്ക് ബാക്കോട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തിലൊക്കെ കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ കിട്ടിയ കുറേ കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ജേർണൽ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിനുവേണ്ടി ഞാൻ കുറേ ടൈം അത് സെർച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത് പിന്നെ സിമ്പിളായിട്ട് തന്നെ എൻ്റെ ഒരു ഐഡിയാസ് വെച്ചിട്ട് ഞാൻ കുറച്ച് ചെയ്തതാണ് ഈ ജേർണൽ കാണുന്നത്. പിന്നെ ജേർണലിന് വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പം അധികം വീഡിയോസിലൊന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടുതൽ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഫസ്റ്റായിട്ട് ചെയ്ത ജേർണലാണിത്. അപ്പോൾ ഞാൻ അതിൽ മെയിനായിട്ടുള്ള എൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് ആർട്ട് പരമായിട്ടുള്ള എൻ്റെ ഒരു കഴിവിനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദിവസം ഒരു പിക്ചേഴ്സ് വരയ്ക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ കുറച്ച് ഒരു പിക്ചർ വരയ്ക്കാൻ നിന്നപ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ നല്ല കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ എൻ്റെ ജേർണൽ, ഒരു ന്യൂ ജേർണൽ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ഇത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത ഒരു ജേർണലാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു കവർ പേജ് റെഡിയാക്കി. സെക്കൻഡ് പേജിൽ ഞാൻ കവർ പേജിൻ്റെ സെക്കൻഡ് പേജിൽ ഞാൻ ആ മന്തിലെ ഡേറ്റ്സ്, ഒക്ടോബറിലെ ഡേറ്റ്സ് ഒന്ന് ചെയ്തു വെച്ചു. മൂന്നാമത്തെ പേജിൽ ഞാൻ ഈ ഒരു മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യും, അതായത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായിരിക്കും എന്നോട് പറയുക, അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ പേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്, ഈ പിക്ചറും. പിന്നെ നാലാമത്തെ പേജിൽ ഞാൻ എൻ്റെ വീക്ക്ലി ആയിട്ടുള്ള ഞാൻ ചെയ്യുന്ന ടാസ്കുകൾ, മെയിനായിട്ട് വാഷിങ്, അയണിങ്, ഡീപ്പ് ക്ലീനിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ നാലാമത്തെ പേജായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. എനിക്ക് ടൈമിങ്ങിനുള്ള ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, മെയിനായിട്ട് എൻ്റെ ലൈഫ് ഒരു നോർമൽ സ്റ്റേജിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ ഉറക്കമാണ്. അപ്പോൾ അത് ഞാനൊരു മെയിനായിട്ടുള്ള കാര്യമായിട്ട് ഒരു പേജിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡെയിലി ടാസ്ക് ഞാൻ നിസ്കാരത്തിൻ്റെ രീതിയിലാണ് വേർതിരിച്ചിട്ടുള്ളത്. സുബഹ് എന്നുള്ളതിൽ ഒരു കോളം കൊടുത്ത് ലോഹറിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം, അസറിൻ്റെ, അങ്ങനെയാണ് ഞാൻ ഒരു 6 തഹജ്ജുദ് നിസ്കാരത്തോടു കൂടി പൂർത്തിയാവുന്ന രീതിയിലാണ് എൻ്റെ ഡെയിലി ടാസ്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീക്ക്ലി ആയിട്ടുള്ള എൻ്റെ ഒരു തോട്ട്, ഇതിനെക്കുറിച്ച് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഐ എം ഹാപ്പി ഓർ നോട്ട് എന്നുള്ളതിൻ്റെ കൂടി ഒരു കോളംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയോ ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.